ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ഹൈവേയുടെ സൈഡിലാണ്, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സാണ് യലഹങ്ക. അപ്പോൾ നമ്മൾ ഒരു മോർണിംഗ് റൈഡ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് വരുന്ന വഴിയിൽ. പെട്ടെന്ന് എൻ്റെ റിയർ ബ്രേക്ക് ഇനാക്റ്റീവായി, കണ്ടോ? പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ചെറിയൊരു സപ്പോർട്ടേ കൊടുക്കാറുള്ളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ചോ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഇനാക്റ്റീവ് ആയ പോലെ. എന്താണോ എന്തോ, പിന്നെ MC കിറ്റ് പോയതാണോ ഒന്നും ഒരു പിടിയില്ല. അതോ ഇനി എയർ ബബിളും എല്ലാം കയറിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ബ്രേക്ക് ഇതുവരെ അപ്ലൈ ആവുന്നില്ല. അതേപോലെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡും ഉണ്ട്. കയ്യിലൊക്കെ ആയി തുറന്ന് നോക്കിയതാണ്. അപ്പം ബ്രേക്ക് ഫ്ലൂയിഡും ഉണ്ട്, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു MC കിറ്റ് പോയെന്ന്. എന്താ ചെയ്യാനാണ്, നോക്കാം. ബുക്ക് ചെയ്ത് അധികന്മാരൊന്നും സർവീസിന് എടുക്കത്തുമില്ല, അതാണ് വേറൊരു ഇഷ്യൂ. ചെക്ക് ചെയ്യാം. ഒരു കുഞ്ഞു റൈഡ് ആയതുകൊണ്ട് നമ്മളൊരു കഫേ, ഒരു ടീ സ്റ്റോപ്പ് പോലെ പോയതാണ്. മാത്രമല്ല വെളുപ്പിനെയാണ് പോയതും. ആ സമയത്ത് ഏതായാലും സർവീസ് സെൻ്റർ ഒന്നും തുറക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ബ്രേക്ക് മാത്രം വെച്ച് മാനേജ് ചെയ്ത് നമ്മളേതായാലും അതിന് പോയി. ഇനിയിപ്പം മോട്ടോ ഗുരു എന്ന് പറഞ്ഞിടത്ത് പോകാനിരിക്കുക. കാരണം നമ്മുടെ നല്ല ഷോറൂമിലെല്ലാം ബുക്കിംഗ് ഇല്ലാതൊന്നും നമ്മൾ സർവീസിന് കയറ്റാൻ പാടാം. അവർ കയറ്റത്തില്ല, വണ്ടി എടുക്കത്തില്ല. അതും ഇന്ന് വീക്കെൻഡോടെ ആകുമ്പം ഒട്ടും എടുക്കത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, മോട്ടോ ഗുരു എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പുണ്ട്. നമ്മുടെ ആറാത്തീട്ടിനൊക്കെ പണിയുന്നവരാണ് അവർ. ഒരുപാട് വലിയ മറ്റേ KTMs, അങ്ങനെ അത്യാവശ്യം പ്രീമിയം മീൻസ് ഈ കാറ്റഗറിയിൽ പ്രീമിയം ബൈക്കുകളൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാമെന്നുള്ള പ്ലാനാണ് നമുക്ക്. കാരണം MC കിറ്റ് പോയതല്ലേ, അതൊന്ന് പോയി ഒന്ന് കാണിച്ച് നോക്കണം. കാരണം നമുക്ക് പില്ലിനൊക്കെ ഉള്ളപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഈ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പം റിയർ ബ്രേക്ക് എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ അറിയാതെ തന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കും. അപ്പോൾ പിന്നെ ഇതില്ലെങ്കിലേ ഒരു സേഫ്റ്റി കൺസേൺ ആണ്. കാരണം ഒറ്റ ബ്രേക്ക് മാത്രം നമ്മുടെ ട്രസ്റ്റ് മുഴുവനും ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ്. അതൊരു റിസ്ക്കാണ്. സോ അതൊന്ന് ഫിക്സ് ചെയ്യാൻ പോവാം. നമ്മളങ്ങനെ അവസാനം മോട്ടോക്കൊരു വർക്ക്ഷോപ്പിനടുത്ത് എത്താറായി. വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു, നോക്കാം. നല്ല ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് താമസിച്ചു നമ്മൾ. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ചെയിൻ മെയിൻ്റനൻസിന് വേണ്ടി. എനിക്ക് അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്, പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ വരാറില്ല. ഇത് ഇവിടാണ്. അപ്പം നമ്മളെ ബാക്ക് ബ്രേക്കൊക്കെ സെറ്റായി. അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആക്ച്വലി അവിടെ നിന്ന് നമ്മളത് വർക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, ജെന്യൂൻ പാർട്സൊക്കെ എടുത്ത് പുള്ളി അതുകൊണ്ട് ഞാൻ താമസിച്ചു. കുറച്ച് നേരം പോസ്റ്റായി. പുള്ളി പാർട്സൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് അത് മാറി തന്നു. അത് ആക്ച്വലി ബെറ്ററാണ്, ഒരുപാട് ബെറ്ററാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് പ്രീമിയം ബൈക്സായിട്ട്. ഇപ്പോൾ ഇൻ്റർസെപ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, KTMs ഉണ്ട്, എക്സ്പൾസ്, പിന്നെ 310s, അങ്ങനെ കുറേ പേര് അവിടെ വർക്ക് ചെയ്യുന്നു, പണി വരുന്നുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി ലേബർ കുറവാണ്, നല്ല രീതിക്ക് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതല്ലേ വലുത്. നമ്മൾ ഒരു ബുക്കൊക്കെ ചെയ്തിട്ട് ഒരു എമർജൻസി കേസ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ബുക്ക് ചെയ്തിട്ടൊന്നും ഒരു ഷോറൂമിൽ പോകാൻ ഒക്കത്തില്ല. കണ്ടോ, ഇപ്പോൾ ഇത് ബാക്ക് ബ്രേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്ലോ ആക്കിയത്. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഓടി സെറ്റാവണം, അത്രേ ഉള്ളൂ. നമുക്കിത് ആവശ്യം വരുന്നത് പില്ലിനൊക്കെ ഉള്ളപ്പോഴാണ്.
പില്ലിനുള്ളപ്പോൾ സിറ്റി റൈഡിങ്ങിലൊക്കെയാണ് ബാഗ്. പക്ഷേ എന്തായാലും ഒരു ബ്രേക്ക് മാത്രം വിശ്വസിച്ച് പോകുന്നത് ശരിയല്ല. നമുക്കൊരു സേഫ്റ്റി വേണമല്ലോ. അപ്പം മോട്ടോ ഗുരുവിൻ്റെ ലൊക്കേഷൻ ഞാൻ അയച്ചേക്കാം. അപ്പം നിങ്ങൾ വണ്ടിയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കാണിക്കാം. ഞാൻ പറയില്ല, മൾട്ടിപ്പിൾ ബ്രാൻഡ്സിന്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് 2 തവണ ഉണ്ടായിട്ടുള്ളത്. അന്ന് ഈയിടെ ചെയിൻ സർവീസ് ചെയ്യാൻ പോയതുപോലൊന്നും അല്ല ഈ നാട്ടിൽ. ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ 2 തവണ വന്നപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിലോ വന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ പാർട്സിൻ്റെ വില 2300 രൂപയാണ് MC കിറ്റിന് റിയർ 310. അത് കഴിഞ്ഞിട്ട് പണിക്കൂലിയും കൂടെ ഫുള്ളി അധികം മേടിച്ചിട്ടില്ല. ഞാൻ ക്ലബ് മെമ്പറൊക്കെ ആയതുകൊണ്ട് വലിയ പണിക്കൂലിയൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ MC കിറ്റിൻ്റെ റേറ്റ് 2300 ആണ്. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.